നമസ്കാരം. ഈ നക്ഷത്ര ജാതകർ ഏതു വീട്ടിലുണ്ടോ അവിടെ കോടീശ്വര യോഗം വന്ന് കളിയാടും. ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഭാഗ്യം പല വഴിയിലൂടെ ഈ നക്ഷത്ര ജാതകർക്ക് മുന്നിലെത്തും. എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന, ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്ര ജാതകർ. അവർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരാം, കടങ്ങളൊക്കെ തീരാം, പല വിധത്തിൽ ധനാഗമനം വന്നു ചേരാം. ഇവർക്കിങ്ങനെ ഒരു നല്ല സമയം വന്നു ചേരുന്നത് ചില ഗോചര ഫലങ്ങൾ അനുകൂലമാകുന്നത് കൊണ്ടാണ്. ഇവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടുവാൻ ഒരു ദൈവാധീനം മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഈ നക്ഷത്ര ജാതകർ ഏതു വീട്ടിലുണ്ടോ അവിടെ നേട്ടങ്ങളായിരിക്കും, സൗഭാഗ്യമായിരിക്കും, ഒരുപാട് ധനം വന്നു ചേരും. കുബേര തുല്യമായി ജീവിക്കാൻ കഴിയുന്ന ഭാഗ്യശാലികളായ നക്ഷത്ര ജാതകർ. ആരൊക്കെയാണ് ആ ഭാഗ്യശാലികളായ നക്ഷത്ര ജാതകർ? അവർ എന്തൊക്കെ വഴിപാടുകളാണ് ചെയ്യേണ്ടത്? ഏതൊക്കെ ക്ഷേത്രങ്ങളിലാണ് അവർ പോകേണ്ടത് എന്നൊക്കെ വ്യക്തമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഈ നക്ഷത്ര ജാതകർക്ക് ഓരോ ഭാഗ്യ നമ്പറുണ്ട്. ആ ഭാഗ്യ നമ്പരൊക്കെ ഓർത്ത് ഈ നക്ഷത്ര ജാതകർ ലോട്ടറിയൊക്കെ എടുക്കുകയാണ് എങ്കിൽ ഒരു സമ്മാനത്തിനൊക്കെ ചാൻസ് ഉണ്ട്. അത്ഭുതകരമായിട്ടുള്ള ഒരു നല്ല സമയം തെളിയുന്ന, ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രമാണ്. അവിട്ടത്തിന് തവിട്ടിലും നേട്ടമെന്നാണ്. ഇപ്പോൾ വളരെ അനുകൂലമായ സമയമാണ്. അവിട്ട നക്ഷത്ര ജാതകരായ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്നോട്. ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു, ബുദ്ധിമുട്ടുകൾ സഹിച്ചു, ഇനി അനുഭവിക്കാൻ ഒന്നുമില്ലാതാനും ഇതെന്നും ജീവിതത്തിൽ ഉണ്ടാകുമോ? ഇങ്ങനെ തന്നെയായിരിക്കുമോ എൻ്റെ ജീവിതം? അതിൽ ഗൾഫിൽ നിൽക്കുന്നവരുണ്ട്, നാട്ടിൽ ജോലിയെടുക്കുന്നവരുണ്ട്, അങ്ങനെ പല വിധത്തിൽ പല സമൂഹത്തിൽ പല തട്ടിലായിട്ട് നിൽക്കുന്ന പലരുമുണ്ട്. അവർക്കൊക്കെ പ്രശ്നങ്ങളായിരുന്നു. എന്നാൽ അവിട്ട നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഇനി വലിയൊരു നേട്ടം വന്നു ചേരാൻ പോവുകയാണ്. ഇവർ ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കുകയാണ്. കുംഭക്കൂറിൽ പിറന്ന അവിട്ടം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള പല നല്ല കാര്യങ്ങളും സംഭവിക്കും. ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ മുന്നിൽ വെച്ച് പുലർത്തിക്കൊണ്ടു പോകുന്ന അവിട്ടം നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. അവിട്ടം നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇവരെ സംബന്ധിച്ച് വ്യാഴം ജന്മരാശിയുടെ 5-ാം ഭാവത്തിൽ നിൽക്കുന്നു. ആ 5-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഇവർക്കൊരു വീട് വാങ്ങുവാനുള്ള, വീടില്ലാത്തവർക്ക് വീട് വാങ്ങുവാനുള്ള യോഗം നൽകും, ധനലാഭങ്ങൾ നൽകും, പുത്രന്മാരെ കൊണ്ട് സൗഭാഗ്യങ്ങൾ വന്നു ചേരാം, കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് കുട്ടികളൊക്കെ പിറക്കുന്ന സമയമാകും. അങ്ങനെ പല രീതിയിൽ ഇവർക്ക് നേട്ടങ്ങൾ വന്നു ചേരും. അവിട്ടം നക്ഷത്ര ജാതകർക്ക് ഇനി ഉയർച്ചയാണ്. അത്ഭുതകരമായിട്ടുള്ള നല്ല ഒരു സമയം ഇവർക്ക് തെളിയുകയാണ്. ജ്യോതിഷശാസ്ത്രത്തിൽ പ്രത്യേകം പറയുന്നു ഇവർക്ക് സമയം തെളിയുന്നു എന്ന്. പ്രശ്നവശാൽ പറയുന്നു ഇവർക്ക് സമയം തെളിയുന്നു എന്ന്. ഈ നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ, ഈ ഒരു കാലയളവിലെ ഭാഗ്യ നമ്പർ 7 ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം, വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. ഇവരെ സംബന്ധിച്ച് ശുക്രൻ ജന്മരാശിയുടെ 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. ധനലാഭമാണ്, ബഹുമാന സിദ്ധിയാണ്, വസ്ത്രലാഭമാണ്, ശത്രുനാശമാണ്. ഇങ്ങനെ പല രീതിയിലും ഗുണാനുഭവങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയം. എല്ലാ രീതിയിലും ഐശ്വര്യം.
അടുത്ത നക്ഷത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അടുത്ത നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്ര ജാതകരെക്കുറിച്ച് നമുക്കറിയാം. അശ്വതി നക്ഷത്ര ജാതകർക്ക് ഒരുപാട് കഷ്ടതകൾ തന്നെയായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു അശ്വതി നക്ഷത്ര ജാതകർക്ക്. എന്നാൽ ഇപ്പോൾ അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് അശ്വതി നക്ഷത്ര ജാതകർ എത്തുന്നത്. ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്രമാണ്. കഴിവതും വാക്കുകൾ പാലിക്കുക. ഒരു വിദേശ യോഗം ഇവർക്ക് കാണുന്നു. ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാൻ സാധ്യമാകുന്ന സമയമാണ്. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ അബദ്ധമാകാതെ സൂക്ഷിക്കുക. പൊതുവെ ദേഷ്യശാലികളാണ് അശ്വതി നക്ഷത്ര ജാതകർ. ദേഷ്യമൊക്കെ കുറയ്ക്കുക. എടുത്തുചാടി ഒരു തീരുമാനവും എടുക്കാതിരിക്കുക. ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട്. ധനവരവിൻ്റെ കാലമാണ്. ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവസാനിക്കാൻ പോവുകയാണ്. ഉയർന്ന രാജപദവി, രാജാവിന് തുല്യമായി ജീവിക്കാൻ യോഗം വന്നു ചേരും ഈ നക്ഷത്ര ജാതകർക്ക്, അശ്വതി നക്ഷത്ര ജാതകർക്ക്. എല്ലാ രീതിയിലും ഉയർച്ച, കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. അശ്വതി നക്ഷത്ര ജാതകരിൽ പലരും ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ്, ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. എനിക്ക് മാത്രം എന്തേ ഇങ്ങനെയുള്ള ദുഃഖങ്ങൾ, ഞാൻ മാത്രമേ ഉള്ളൂ അശ്വതി നക്ഷത്രത്തിൽ, മറ്റുള്ളവരൊക്കെ നല്ല സന്തോഷത്തിലൂടും സമാധാനത്തോടും കഴിയുമ്പോൾ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനൊരു വല്ലാത്ത അവസ്ഥ എന്നൊക്കെ ചിന്തിക്കുന്നവരാണ്. നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന സമയം തന്നെയാണ്. ഞാൻ പറഞ്ഞു, രാജാവിന് തുല്യമായി ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന്. കുടുംബത്തിൽ സന്തോഷമുണ്ടാകുന്ന നാളുകളാണ് വരാനിരിക്കുന്നത്. 5 ഭാഗ്യ നമ്പരാണ്. ധാരാളം പണമൊക്കെ വന്നു ചേരും. വസ്തുവകകൾ വാങ്ങും. എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ്. 3ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ്. മീനൻ രാശിയിൽപ്പെട്ട രേവതി നക്ഷത്ര ജാതകർക്കും വളരെ അനുകൂലമായ സമയമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന സമയമാണ്. ഒരുപാട് അതിനകത്ത് ധനനാശമുണ്ട്. പോരാത്തതിന് കണ്ടകശനിയുടെ കാലഘട്ടമാണ്. അറിയാമല്ലോ നമുക്ക്, കണ്ടകശനിയുടെ കാലഘട്ടത്തിലായിരിക്കും ഒരുപാട് വിഷമതകൾ അനുഭവിക്കുന്നത്. വീട് വിട്ടുള്ള താമസം, പരദേശ ആഗമനം, പല രീതിയിലും ദുഃഖങ്ങൾ, ദുരിതങ്ങൾ. പെൺകുട്ടികൾക്ക് വിവാഹമൊക്കെ നടക്കുന്നത് കണ്ടകശനി സമയത്താണ് മിക്കപ്പോഴുമൊക്കെ. ഒരുപാട് കേസ് വഴക്കുകൾ ഉണ്ടാകുക, അരിഷ്ടതകൾ ഉണ്ടാകുക, രോഗപീഠയുണ്ടാകുക, ധനനഷ്ടങ്ങൾ സംഭവിക്കുക, മനക്ലേശം ഉണ്ടാകുക, സഞ്ചാര ദുരിതമുണ്ടാകുക. ഇങ്ങനെ പല രീതിയിൽ ഒരുപാട് ദുഃഖങ്ങളൊക്കെ ഉണ്ടാകാം. ഈ ഒരു സമയത്ത് അവർക്കുണ്ടായിട്ടുണ്ട്. രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനി ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. ശത്രു നാശമൊക്കെ സംഭവിക്കും. ശത്രുവൊക്കെ അവരവരെ പാട്ടിന് നോക്കിപ്പോകും. സത്യം പറയുമ്പോൾ ഗൗളി ചിലയ്ക്കും എന്നാണ് പറയുന്നത്. ഇവർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരും. ഇവിടെ എവിടെയോ ഒരു ഗൗളി ചിലച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സത്യം പറയുമ്പോൾ ഗൗളി ചിലയ്ക്കുമെന്ന്. രേവതി നക്ഷത്ര ജാതകർക്ക് ഇത് അനുകൂലമായ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി രക്ഷപ്പെടുവാൻ ഇവർക്ക് സാധ്യമാകുന്നു. രക്ഷപ്പെടും. രേവതിക്കിത് ഐശ്വര്യത്തിൻ്റെ സമയമാണ്. എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് കൊയ്യാൻ ഇവർക്ക് സാധിക്കും. അടുത്ത നക്ഷത്രം ചിത്തിരയാണ്. ചിത്തിരയ്ക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരും. ലോട്ടറി അടിക്കും. ശിവക്ഷേത്ര ദർശനം നടത്തുക. 7 ഭാഗ്യ നമ്പറാണ്. ചിത്തിരയുടെ ഭാഗ്യ നമ്പർ 7ആണ്. രേവതിയുടെ ഭാഗ്യ നമ്പർ 3ആണ്. 5ാമത്തെ നക്ഷത്രം കാർത്തികയാണ്. ഇടതു കൈ ചൊറിഞ്ഞാൽ ഭാഗ്യം എന്നാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്ക് അങ്ങനെ ഇടതു കൈ ചൊറിയുന്നുണ്ടോ ഇപ്പം? എങ്കിൽ ഭാഗ്യമാണ്, ഉയർച്ചയാണ്, അതീവ സമ്പൽ സമൃദ്ധിയാണ്. ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ പോകുന്ന സമയമാണ്. ധാരാളം ധനം വന്നു ചേരും. കോടിക്കണക്കിന് രൂപ നിങ്ങളുടെ കയ്യിൽ വന്നു ചേരേണ്ട സമയമാണ്. രാജാവിന് തുല്യമായി ജീവിക്കാനുള്ള യോഗം വന്നു ചേരും. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് കോടി എങ്ങനെ വന്നു ചേരുമെന്നൊരു ചിന്തയൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ ഒരു ലോട്ടറി എടുക്കുന്നവ അതാവാം. നിങ്ങൾക്ക് ലക്ഷങ്ങൾ, കോടികൾ വന്നു ചേരുക. വിദേശത്തൊക്കെ നിൽക്കുന്നവർക്ക് കോടിക്കണക്കിന് രൂപ ലോട്ടറിയിലൂടെ അടിക്കുന്നതായിട്ട് കേട്ടിട്ടില്ലേ? പല കാർത്തിക നക്ഷത്ര ജാതകർക്കും അങ്ങനെ അടിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കും അടിച്ചേക്കാം. ഏതായാലും നല്ല സമയമാണ്. ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ കാർത്തികയ്ക്ക് കഴിയും. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. 7 ഭാഗ്യ നമ്പറാണ്.
അടുത്ത നക്ഷത്രം ചോതിയാണ്. ശുഭകരമായ ഫലം കാണുന്ന സമയം, നല്ലതേ വരുത്തുള്ളൂ. ലോട്ടറി ഭാഗ്യം വന്നു ചേരും. ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ഒക്കെ അവസാനിച്ച് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ചോതിയുടെ നല്ല സമയം തെളിഞ്ഞിരിക്കുന്നു. ശുഭകരമായിട്ടുള്ള ഫലങ്ങളാണ് ലഭിക്കുക. അടുത്ത നക്ഷത്രം പൂയമാണ്. പൂയ നക്ഷത്ര ജാതകരെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, രാത്രി കടം കൊടുക്കരുത്. ആരെയും അറിഞ്ഞു സഹായിക്കുന്ന ഒരു മനോഭാവമുള്ളവരാണ് പൂയ നക്ഷത്ര ജാതകർ. ലോട്ടറി ഭാഗ്യമുണ്ട്. 7 ഭാഗ്യ നമ്പറാണ്. കടം കൊടുത്താൽ തിരിച്ചു കിട്ടില്ല. ഗണപതിക്ക് തേങ്ങ ഉടച്ച ശേഷം ഭാഗ്യക്കുറി എടുക്കണം. അടിക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അടുത്ത നക്ഷത്രം പുണർദമാണ്. പുണർദത്തിന് ലോട്ടറി ഭാഗ്യം കാണുന്നു. ഒരു 21 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ഒരു നല്ല ധനയോഗം ഇവർക്ക് കാണുന്നു. ഒരുപക്ഷെ അതൊരു ചിട്ടി അടിക്കുന്നതാകാം, അല്ലെങ്കിൽ കുടുംബസ്വത്തൊക്കെ ലഭിക്കുന്നതാകാം. ഏത് വിധേനയായാലും നല്ലൊരു വരുമാനം, നല്ലൊരു ബിസിനസ് ആരംഭിച്ചല്ലെങ്കിൽ നല്ല രീതിയിൽ കാശൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു യോഗം പുണർന്ന നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. 3 ഭാഗ്യ നമ്പറാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അതൊക്കെ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ഇവർക്ക് സാധ്യമാകും. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ആയില്യ നക്ഷത്ര ജാതകർ എല്ലാ ദിവസവും ഭസ്മം ധരിക്കുക. ഒരിക്കലും ഭസ്മം എടുത്ത് ഇങ്ങനെ ധരിക്കുക. 3 വിരൽ കൊണ്ട് വേണം ഭസ്മം ലേപനം ചെയ്യാൻ. അങ്ങനെ ചെയ്ത് ലോട്ടറി എടുക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും. 7 ഭാഗ്യ നമ്പറാണ്. ഉയർച്ചയാണ്, നേട്ടമാണ്. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. എല്ലാ രീതിയിലും ഉയർച്ചയാണ്. എല്ലാ രീതിയിലും ഉയർച്ചയാണ്. സമ്പൽ സമൃദ്ധിയിലേക്ക് തിരുവാതിര നക്ഷത്ര ജാതകർ എത്തും. ഭാഗ്യക്കുറി അടിക്കും. ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. തിരുവോണത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ്. തിരുവാതിരയുടെ ഭാഗ്യ നമ്പർ പറഞ്ഞില്ല അല്ലേ, 1 ഭാഗ്യ നമ്പർ. തിരുവോണ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം അടിക്കും. ജീവിതത്തിലെ കഷ്ടതകളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുവാൻ ഇവർക്ക് സാധിക്കും. എല്ലാ രീതിയിലും ഉയർച്ച. ശിവനാമം ജപിക്കുക. ഈ പറഞ്ഞ 11 നാളുകാരും ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട്. ശിവനാമം ജപിക്കുക 1008 പ്രാവശ്യം. ഓം നമഃശിവായ മന്ത്രം ജപിക്കുക. പഞ്ചാക്ഷരി മന്ത്രമൊക്കെ ജപിക്കുന്നത് വഴി ജീവിതത്തിലെ സകല ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരും. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ 3 വസ്തുക്കൾ വാങ്ങിക്കൊണ്ടുവരിക. വെള്ളിയാഴ്ച ദിവസം അരി. ചന്ദ്രൻ്റെ അനുഗ്രഹത്തിന് അരി നല്ലതാണ്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം അരിയൊക്കെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവരിക. തുവര, ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തിന് തുവര നല്ലതാണ്. പച്ചപ്പയർ, ബുധൻ്റെ അനുഗ്രഹത്തിന് സാമ്പത്തികം വന്നു ചേരാൻ. അതുപോലെ ഉപ്പ്, ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകാൻ. ഇതൊക്കെ ചെയ്യുക. ഈ 3 കാര്യങ്ങൾ. അരി നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും. പക്ഷേ അരി വാങ്ങിയില്ലെങ്കിലും ഈ 4 കാര്യങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു 3 എണ്ണം വാങ്ങുക. അരി അല്ലെങ്കിൽ തുവര അല്ലെങ്കിൽ പച്ചപ്പയർ, ഉപ്പ്. തുവര വാങ്ങുന്നത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തിനാണ്. പച്ചപ്പയർ വാങ്ങുന്നത് ബുധൻ്റെ അനുഗ്രഹത്തിന്, സാമ്പത്തിക നേട്ടത്തിന്. ഉപ്പ് വാങ്ങുന്നത് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ. ഓം നമഃശിവായ എന്ന മന്ത്രം 11 പ്രാവശ്യം ജപിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥന നടത്തുക. ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെ വലിയ രീതിയിൽ വലിയ നേട്ടങ്ങൾ, വലിയ ഉയർച്ച ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. നല്ലതേ വരികയുള്ളൂ, നല്ലതേ സംഭവിക്കുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റൊരാളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.